പിന്നെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് HSST കമ്പ്യൂട്ടർ സയൻസിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ള ഇഫ്രത്ത് ജഹാൻ മിസ്സാണ്. മിസ്സേ നമസ്കാരം. ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. മിസ്സേ, HSST റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് മിസ്സിന് ഫസ്റ്റ് റാങ്ക് ആണെന്ന് അറിഞ്ഞപ്പോൾ മിസ്സിന് എന്താണ് ഫീൽ ചെയ്തത്? എന്താന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഞാനവിടെ ഉണ്ടായിരുന്നില്ല, വീട്ടിലുണ്ടായിരുന്നില്ല, പുറത്തായിരുന്നു. പുറത്ത് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴാണ് റാങ്ക് ലിസ്റ്റ് വന്നു എന്നുള്ള വിവരം അറിഞ്ഞത്. ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ റാങ്ക് ലിസ്റ്റ് വന്നു എന്നുള്ളത് അറിഞ്ഞത്. ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഫസ്റ്റ് റാങ്ക് പ്രതീക്ഷിച്ചിട്ടില്ല, എന്നാലും ഫസ്റ്റ് ആദ്യത്തെ ഒരു 10 ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. HSST കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു? ഞാൻ പിന്നെ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെയാണ് ഇവിടെ ഓഫ്ലൈൻ ബാച്ച് തുടങ്ങിയത്. അവിടെ ജോയിൻ ചെയ്തു. പിന്നെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസമാണ് ക്ലാസ് ഉണ്ടായിരുന്നത് ആദ്യമൊക്കെ. അങ്ങനെ ക്ലാസ്സിന് വരും. ആദ്യമൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് നോക്കിയിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് 2 മാസമാണ് നല്ലോണം ഇരുന്ന് നോക്കിയത്. നോട്ടിഫിക്കേഷൻ വന്നിട്ടാണോ പഠിക്കാൻ തുടങ്ങിയത്? അതെ, നോട്ടിഫിക്കേഷൻ വന്നിട്ടാണ് ക്ലാസ്സിന് പോരാനും പഠിക്കാനൊക്കെ തുടങ്ങിയത്. എത്ര നാളത്തെ പഠനമായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, 2 ഓഗസ്റ്റിലായിരുന്നു ഞങ്ങളെ എക്സാം വന്നത്. ജൂൺ മുതൽ വെക്കേഷനിലൊന്നും നമുക്ക് പഠിക്കാനുള്ള ഇതില്ല, കാരണം മക്കൾ വീട്ടിലുണ്ടാവും, നമുക്ക് പഠിക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ അവരെ സ്കൂൾ തുറന്നിട്ടാണ് ജൂൺ 1 മുതലാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. ഓഗസ്റ്റ് 8 എക്സാം. എങ്ങനെയാണ് എയ്സിലേക്ക് വന്നത്? എയ്സ് നമ്മുടെ അടുത്തുള്ളൊരു സ്ഥാപനം എന്നുള്ളതിൽ, നല്ല സ്ഥാപനം എന്നുള്ള ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ എയ്സിൽ വന്നത്. ഇതിൻ്റെ മുന്നത്തെ HSST ബാച്ചിൽ ഞാൻ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ മെയിൻ ലിസ്റ്റിൽ വന്നു, പക്ഷേ കുറച്ച് ബാക്കിലായിരുന്നു. 166 ആയിരുന്നു റാങ്ക്. അപ്പോൾ അപ്പോഴേ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അടുത്ത് പെട്ടെന്ന് വിളിക്കണേ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചു. പിന്നെ ഞാൻ ഇവിടെ തന്നെ വന്നു. എയ്സിൽ കൂടുതലായിട്ട് മിസ്സിന് യൂസ്ഫുള്ളായി തോന്നിയിട്ടുള്ളത് എന്താണ്? യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലാസ് തന്നെയാണ് കേട്ടോ. സാറ് ഭയങ്കരമായിട്ട് ആത്മാർത്ഥതയോടെ ഞങ്ങൾക്ക് ക്ലാസ് തന്നിരുന്നു. അപ്പോൾ അത് നല്ല സാറ് മോട്ടിവേഷനും എല്ലാം കൂടെയാണ് നമുക്കൊരു പഠിക്കാനുള്ളൊരു പ്രേരണ വന്നത് സാറ് ക്ലാസ്സിൽ നിന്ന് തന്നെയാണ്. എക്സാമുകളൊക്കെ ഉണ്ടായിരുന്നു? അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതൊക്കെ പിന്നെ നമ്മൾ ചിലപ്പോൾ ആദ്യമൊന്നും അങ്ങനെ പഠിച്ചിട്ടൊന്നുമല്ല എക്സാം ചെയ്ത്, എന്നാലും ആ ക്വസ്റ്റ്യൻ കണ്ടുള്ളൊരു പരിചയം നമുക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ അതിലൊക്കെ ചിലപ്പോൾ 1, 2, 3 റാങ്ക് ഇങ്ങനെ ഇവിടെയുള്ള എക്സാമുകളിൽ കിട്ടിയിരുന്നു. മിസ് എങ്ങനെ പഠിച്ചത്? സെൽഫ് സ്റ്റഡി ആണോ കമ്പൈൻ സ്റ്റഡി ആണോ? സെൽഫായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് പഠിച്ചത്. ഒറ്റയ്ക്ക് നോട്ട്സ് ഒക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണോ പഠിച്ചത്? സാറ് ക്ലാസ്സിൽ നിന്നുള്ള നോട്ട് ക്ലാസ്സിൽ തന്നെ എഴുതും. പിന്നെ നമുക്ക് എക്സ്ട്രാ ആയിരുന്നു വേണ്ടത്. പിന്നെ നമ്മൾ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് ആപ്പിലെ വീഡിയോസ് കാണും. അങ്ങനെ എക്സ്ട്രാ പോയിന്റ്സ് അതിൽ ആഡ് ചെയ്തിട്ട് അങ്ങനെ പഠിക്കും. എങ്ങനെ ഫാമിലീൻ്റെ സപ്പോർട്ടൊക്കെ? ഫാമിലി നല്ല സപ്പോർട്ടാണ്. എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ ഭയങ്കര ഒരു ആഗ്രഹം. പിന്നെ ഞാൻ സർവീസ് കയറണം എന്നുള്ള കുറേ ആയിട്ട് ഇങ്ങനെ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ ഡെയിലി വേജായിട്ട്. അപ്പോൾ അവർക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ സ്ഥിരമായിട്ട് വേണം. പിന്നെ നമുക്ക് തന്നെ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് തന്നെ മടുക്കും. എല്ലാവരും ചോദിക്കും സ്ഥിരമായില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് തന്നെ തോന്നും ഇത് ശരിയാവില്ല എന്നുള്ളത്. അങ്ങനെ പഠിച്ചു. പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഇത് വേണ്ടായിരുന്നു എന്ന് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു? ഇല്ല, എനിക്ക് പഠിക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് ആവുന്നത്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ നോക്കി ക്ലാസ്സുകളൊക്കെ കണ്ടപ്പോൾ നമുക്കത് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നു. പഠിക്കാനപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് M.Tech സിലബസൊക്കെ വന്നിരുന്നു. ഞാൻ MSc കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് M.Tech മാത്സ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് ടഫായിരുന്നു. അതൊക്കെ നെറ്റിൻ്റെ ഗേറ്റിൻ്റെ ഒക്കെ ക്ലാസ്സുകളൊക്കെ കാണുമായിരുന്നു. അതൊക്കെ കണ്ടിട്ട് അങ്ങനെ പഠിക്കുകയായിരുന്നു ചെയ്തു. മിസ്സിൻ്റെ അംബീഷൻ ഇത് തന്നെയായിരുന്നു, HSST ടീച്ചർ ആവുക എന്നുള്ളത് തന്നെയായിരുന്നു? HSST ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ PG കഴിഞ്ഞ ഉടനെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. HSST VHSCയിൽ വർക്ക് ചെയ്തു, കഴിഞ്ഞ് ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്തു. ആദ്യമൊന്നും എനിക്ക് ഇങ്ങനെ ഒരു അംബീഷനൊന്നും ഉണ്ടായില്ല. ടീച്ചർ എന്നുള്ള ജോലി തന്നെ എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ആ ജോലി എടുക്കാൻ തുടങ്ങിയപ്പോൾ അതിനോട് ഇഷ്ടമായി. എന്തായാലും അതന്നെ വേണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. വേറെ PSC എക്സാംസ് ഒക്കെ എഴുതാറുണ്ടായിരുന്നു? വേറെ ജനറൽ PSC ഒക്കെ വെറുതെ എഴുതും. ചിലപ്പോൾ കുറച്ചൊക്കെ നോക്കിയിട്ട് എഴുതും. അപ്പോൾ പ്രിലിംസ് ഒക്കെ വരുമ്പോൾ അതൊക്കെ നോക്കിയിട്ടൊക്കെ എഴുതുമ്പോൾ പ്രിലിംസിൽ വരും. പിന്നെ നമ്മൾ മെയിൻ ആകുമ്പോൾ പിന്നെ പഠിക്കൂല. അങ്ങനെ അതിനായിട്ട് ഇരുന്നിട്ടില്ല.
മിസ് എവിടെയൊക്കെയാണ് പഠിച്ചത്? ഞാൻ 10ാം ക്ലാസ് വരെ പിന്നെ കരുവാരക്കുണ്ട് നജാത്തിലാണ് പഠിച്ചത്. പിന്നെ UP ഹൈസ്കൂള്. പിന്നെ +2 നെല്ലിക്കുത്ത് PHSCയിലാണ്. അവിടെ ഞാൻ ബയോളജി സയൻസ് പഠിച്ചിട്ടാണ് പിന്നെ ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടായിരുന്നു നമുക്ക് ഡിഗ്രി പഠിച്ചപ്പോഴും. പിന്നെ അത് കഴിഞ്ഞ് ഡിഗ്രി യൂണിറ്റി കോളേജിൽ, PG അരീക്കോട് സുല്ലമിൽ. ഗവൺമെൻറ് സർവീസിലുള്ള ആരെങ്കിലും വീട്ടിലുണ്ടോ? വീട്ടിൽ എൻ്റെ വീട്ടിലില്ല, ഫാമിലിയിലൊക്കെ ഉണ്ട്. അങ്ങനെ അധികമൊന്നും ഇല്ലെങ്കിലും സാധാരണ കുടുംബമാണ്. എന്നാലും വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലിപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡും മക്കളും ഞാനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തറവാട് വീട്ടിലായിരുന്നു. ഇപ്പോൾ ഒരു 6 മാസമായിട്ടുള്ളൂ അങ്ങോട്ട് പുതിയ വീട്ടിലേക്ക് വന്നിട്ടുള്ളൂ. മിസ് HSSTക്ക് വേണ്ടി പഠിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെയായിരുന്നു ടൈം എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തിരുന്നത്? ടൈം എന്ന് പറഞ്ഞാൽ മക്കൾ 2 ആളുണ്ട്. അപ്പോൾ 2 ആളെയും സ്കൂളിൽ പറഞ്ഞേക്കണം രാവിലെ. അവരെ പറഞ്ഞയച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നു ഒരു 2 മാസം. അപ്പോൾ ആദ്യം അവരെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് അതുവരെ നമുക്കൊന്നിനും പറ്റൂല. അവരെ പറഞ്ഞയച്ച് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മളെ എല്ലാ പരിപാടികളും തീർത്തിട്ട് 10-10:30 ആകുമ്പോൾ ഇരിക്കും. പിന്നെ വൈകുന്നേരം വരെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിക്കാനും ബാക്കി നിസ്കരിക്കാനും അങ്ങനെയുള്ള കാര്യത്തിൽ മാത്രമേ എണീക്കലുള്ളായിരുന്നു ആ ലാസ്റ്റ് 2 മാസം. കിട്ടുന്ന സമയം നന്നായിട്ട് പഠിക്കായിരുന്നു അല്ലേ? പിന്നെ ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ റെഫറൻസ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരുന്നത്? റെഫറൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ടെക്സ്റ്റ് വായിക്കണം എനിക്ക് വലിയ ഇഷ്ടമല്ല. ഞാനിങ്ങനെ നോട്ട്സ് ക്ലാസ്സുകൾ കാണും. അതുകൊണ്ട് തന്നെ ഞാൻ ഓഫ്ലൈൻ ബാച്ചിൽ വന്നത് കേട്ടോ. സാറ് ക്ലാസ് കേൾക്കും. പിന്നെ സാറ് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സാറ് കുറേ സൈറ്റുകളൊക്കെ നോക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കും, അതിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നോക്കും. പിന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ, യൂട്യൂബിലുള്ള വീഡിയോസ് അങ്ങനെയൊക്കെ കാണും. ഗേറ്റിൻ്റെ ക്ലാസ്സുകളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ പിന്നെ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ ലാസ്റ്റ് മിനിറ്റാണ് ഫുൾ എല്ലാം നോക്കിയത്. മിസ്സിന് PSCയിലേക്ക് വരാനുള്ള മോട്ടിവേഷൻ എന്തായിരുന്നു? ഞാൻ ഡെയിലി വേജായിട്ട് കുറേ വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെല്ലാ വർഷവും ഇങ്ങനെ ജൂണിൽ തുടങ്ങുമ്പോൾ ഇൻ്റർവ്യൂവിന് പോകണം. പിന്നെ ചിലപ്പോൾ ആ വർഷം അവിടെ നിൽക്കാൻ പറ്റുമില്ല, നമുക്ക് ഉറപ്പില്ല. അങ്ങനെ വേറെ പെർമനൻറ്റ് വന്നാൽ നമ്മൾ അവിടുന്ന് പോരണം. അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ നമ്മളെ മനസ്സിൽ കുറേ ആകുമ്പോൾ ആദ്യമൊക്കെ നമുക്കതൊരു രസമാവും. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ചാകുമ്പോൾ നമുക്ക് ഒരു സ്ഥിരമായിട്ട് എന്തായാലും സ്ഥിരമായിട്ടാവണം എന്നുള്ളൊരു ആഗ്രഹം വരും. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ആദ്യമൊന്നും ചിലപ്പോൾ നമുക്ക് ആ ഒരു പിന്നെ നമ്മളെ അത്ര അങ്ങനെ ബുദ്ധിമുട്ടിയിട്ടൊന്നുമല്ല പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആദ്യം ഒന്നും എനിക്ക് അങ്ങനെ ഒരു പിന്നെ സ്ഥിര ജോലി വേണമെന്നുള്ള അങ്ങനത്തെ ഒരു ചിന്ത ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചായപ്പോൾ പിന്നെ എന്തായാലും അത് സ്ഥിരമാക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അങ്ങനെ പഠിക്കാൻ തുടങ്ങി. മിസ്സിന് റോൾ മോഡൽസ് ആരെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ജോലി വേണമെന്നുള്ളത്. പിന്നെ നമ്മളോട് നാട്ടുകാരും വീട്ടുകാരൊക്കെ ചോദിക്കാൻ തുടങ്ങും, സ്ഥിരമായില്ലേ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആണ് ഇതിലേക്ക് വന്നത്. ഇനി HSST എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളോട് എന്താ പറയാനുള്ളത് മിസ്സിന്? അവരോട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ പിന്നെ വായിക്കുക, റിപ്പീറ്റഡായിട്ട് വായിക്കുക. നമ്മൾ റിവൈസ് ചെയ്യണം. നമ്മൾ ഒരു വട്ടം വായിച്ച് പോയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. എല്ലാം എക്സാം വരുമ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് എല്ലാം നമ്മൾ കേട്ടതാവും, പക്ഷെ നമുക്ക് എഴുതാൻ പറ്റില്ല. കുറേ പ്രാവശ്യം റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതാൻ പറ്റും. അത് ഈ മൈനസ് മാർക്ക് ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ വന്നാൽ പിന്നെ അത് എഴുതാനൊരു മടിയാവും. അപ്പോൾ ഈ റിവൈസ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതാൻ കഴിയും. എക്സാമിൻ്റെ സിലബസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ടഫായിരുന്നോ, ഈസി ആയിരുന്നോ? സിലബസ് ടഫാണ്. ഞങ്ങളെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ ഒരുവിധം ടഫ് തന്നെയാണ്. പിന്നെ നമ്മൾ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ +2 കുട്ടികളാണ്. അവർക്ക് ഏറ്റവും ബേസിക്കേ പഠിപ്പിക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ PG M.Techൻ്റെ MCA MScൻ്റെ ഒക്കെ സിലബസാണ് നമുക്ക് വരിക. അപ്പോൾ M.Tech ഒക്കെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവലാണല്ലോ. അപ്പോൾ കുറച്ച് ടഫ് തന്നെയാണ്. സിലബസ് എല്ലാം കൂടെ പഠിച്ച് തീർക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോൾ വിചാരിച്ചിരുന്നോ ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന്? ഇല്ല, കഴിഞ്ഞിറങ്ങിയപ്പോൾ വിചാരിച്ചിട്ടൊന്നുമില്ല. എന്നാലും അത്യാവശ്യം ഞാൻ എഴുതിയതിലൊക്കെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. മൈനസ് മാർക്ക് അധികം വരില്ല എന്നുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ആൻസർ കീ വന്ന് മാർക്ക് നോക്കി. പിന്നെ നമ്മൾ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അതിൽ മാർക്കൊക്കെ ചോദിക്കും അല്ലാതെ. അപ്പോൾ ഒരു ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ റാങ്കുകളിൽ വരും എന്നുള്ളൊരു, ഫസ്റ്റ് ഇല്ലെങ്കിലും ആദ്യത്തെ ഒരു 10ലൊക്കെ വരും എന്നുള്ള ഒരിതുണ്ടായിരുന്നു. ഇത് എത്രാമത്തെ അറ്റംപ്റ്റ് ആണ്? ഞാൻ 2ാമത്താണ്. ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ വന്നു, മെയിൻ ലിസ്റ്റിൽ തന്നെയായിരുന്നു. 166 റാങ്ക്. അത് എന്തായാലും അതിൽ വന്നില്ല. അതിൽ വരാതിരുന്നപ്പോൾ നിരാശ തോന്നിയിരുന്നു? ശരിക്കും ഭയങ്കര സങ്കടം തോന്നിയിരുന്നു. പക്ഷെ അന്ന് ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ അത് ഇതേപോലെ 1-2 ആഴ്ച
നോക്കി. അതേപോലെ ഇവിടെ കോച്ചിങ്ങിന് വന്നിരുന്നു. ആ സമയത്ത് എനിക്ക് നെറ്റ് കിട്ടി കേട്ടോ. നെറ്റ് ക്വാളിഫൈഡ് ചെയ്തത് ആ സമയത്താണ്. പിന്നെ അതിൽ റാങ്ക് ലിസ്റ്റിൽ വന്നു. പക്ഷെ അതന്നെ വലിയ കാര്യം, കാരണം ഞാൻ അങ്ങനെ മനക്കെട്ടിരുന്ന് നോക്കിയിട്ടൊന്നുമില്ല. അത് മെയിൻ ലിസ്റ്റിൽ വന്നു. പക്ഷെ പിന്നെ അത് അന്നിങ്ങനെ വിചാരിച്ചു ഒന്നും കൂടെ നോക്കിയാൽ മതിയായിരുന്നു എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. എയ്സിലെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ക്ലാസ്സുകളൊക്കെ നല്ലതാണ്. നമ്മൾ എത്ര നല്ല ക്ലാസ് ആണെങ്കിലും നമ്മൾ വർക്ക് ചെയ്താലേ അതിന് റിസൾട്ട് കിട്ടുള്ളൂ. ഞങ്ങളുടെ സാറ് നല്ല പിന്നെ അത്രയും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാം ഇവിടെ നിന്ന് സാറിന് കിട്ടുന്ന എല്ലാ സോഴ്സുകളും സാറ് തന്നിരുന്നു. അതൊക്കെ നോക്കി സാറ് പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ടാണ് ഈ റാങ്ക് ഇങ്ങനെ വന്നത്. ഇനി HSST എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനോട് എയ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എയ്സ് ആദ്യം നമുക്കറിയാമല്ലോ, ഇവിടെ ഈ ഒരു മഞ്ചേരി ഭാഗത്ത് ഏറ്റവും നല്ലൊരു സ്ഥാപനമാണ് കുറേ കാലങ്ങളായിട്ട്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കലുണ്ടായിരുന്നു ആദ്യമൊക്കെ ജനറൽ കോച്ചിങ്ങിന് എയ്സിൽ പോയാലോ എന്നൊക്കെ. പിന്നെ നമ്മൾ ഈ ജോലിക്ക് പോകും, അപ്പോൾ പിന്നെ നമുക്കിതിന് ടൈം ഉണ്ടാവില്ല. പിന്നെ ശനി ഞായർ ഒഴിവുണ്ടാകുമ്പോൾ അത് വീട്ടിലിരിക്കും, അങ്ങനെയാണ്. പക്ഷേ ആദ്യം നമ്മൾ PG നമ്മളാ ഒരു പിന്നെ പഠിക്കണ സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു കോച്ചിങ്ങിലോട്ട് ഇറങ്ങിയാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് എയ്സിൽ വന്നു വിട്ടാൽ. ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഫ്യൂച്ചറിൽ എന്താ ഒരു HSST ജൂനിയറായിട്ട് ജോയിൻ ചെയ്യണം. കോളേജിലേക്ക് വരികയാണെങ്കിൽ അത് എഴുതണം. നെറ്റ് ക്വാളിഫൈഡ് ആണ്, പക്ഷേ നെറ്റ് കിട്ടിയിട്ട് പിന്നെ കോളേജിലേക്ക് വന്നിട്ടില്ല, എക്സാം വിളിച്ചിട്ടില്ല. അങ്ങനെ വിളിക്കുകയാണെങ്കിൽ അത് നോക്കണം എന്നുണ്ട്. മിസ്സിൻ്റെ ആഗ്രഹം പോലെ തന്നെ നല്ലൊരു HSST ടീച്ചറാവാൻ മിസ്സിന് സാധിക്കട്ടെ. മിസ്സിൻ്റെ സ്വപ്നങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.